ഡ്രൈവറും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനുമായ എന്നെ സംസത്യം ക്രൂരമായി ഇത് പാർട്ടി ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു 3:30 സമയത്ത് ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുയോഗ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് എഴുവനാരായണൻ സാറിനെ വേദിയിൽ കയറ്റി തിരിച്ചിറങ്ങുന്ന സമയത്ത് എന്നെ മോശമായി കുറേ ആക്ഷേപവും അസഭ്യവും അത് പറയാൻ പറ്റാത്ത വാക്കുകൾ പദപ്രയോഗം നടത്തി. അങ്ങനെ എഴുവനാരായണൻ സാർ അയാളോട് പറഞ്ഞു, അദ്ദേഹത്തെ പാർട്ടി അംഗമല്ലേ, അയാൾ എന്തിനാ ചീത്ത വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എഴുവനാരായണൻ സാറിനെ മോശമായുള്ള രീതിയിൽ ചീത്ത പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് പാർട്ടി ഓഫീസിൽ ഇരുന്ന സമയത്താണ് എന്നോട് ഈ മോശമായി ചീത്ത വിളിക്കുകയും എഴുവനാരായണൻ സാറിനെ ചീത്ത വിളിക്കുകയും അങ്ങനെ എന്നെ ഞാൻ ഇരുന്ന് പുറകിൽ കൂടെ വന്ന് കസാര എടുത്ത് എൻ്റെ തലയ്ക്ക് ആദ്യം അടിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് മർദ്ദനം തുടങ്ങി. കുറേ മുതുകത്തും അടിച്ച്, പിന്നെ മൂക്കിലും നെറ്റിലും ചതവാണിത്. അത് നല്ല രീതിയിലുള്ള ചതവുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. സ്കാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. പിന്നെ നല്ല പരിക്കുണ്ട്. പിന്നെ വെളിയിലോട്ട് പിടിച്ച് എറിഞ്ഞ സമയത്ത് അവിടെ ഒരു പൈപ്പിൻ്റെ തൂണ് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു വനിതാ സംവരണമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനെതിരെ ഒരു ക്ഷേത്ര ഭരണസമിതി ഒരു പ്രസ്താവന, ഒരു അഭിപ്രായം പറഞ്ഞു. ഒരു വാർത്ത ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗമായതുകൊണ്ട് ഞാൻ ഈ വാർത്ത എടുത്ത് നമ്മുടെ നേതാക്കന്മാർ അറിയട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള പ്രശ്നം ഞാനെടുത്ത് ഷെയർ ചെയ്തു. ഈ ഒരു കാരണം വെച്ച് എന്നെ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധമായി എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഡ് ചെയ്ത് DCC പ്രസിഡന്റിനെ അത് ബോധ്യപ്പെട്ടു. ബഹുമാനനെ DCC പ്രസിഡന്റിനോട് അത് ബോധ്യപ്പെട്ട് എന്നെ ഈ കഴിഞ്ഞ 26-ാം തീയതി നടപടി പിൻവലിച്ച് എന്നെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പാർട്ടിയിൽ അങ്ങനെ ഞാൻ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനവും ഇതുവരെയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പം അവർ വ്യക്തിപരമായിട്ടാണ് എന്നെ ഇപ്പോൾ ആക്രമിച്ചത്. വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. നല്ല രീതിയിൽ എനിക്ക് പരിക്കുണ്ട്. അതാണ് കാരണം. ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞ് ഒബ്സർവേഷൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് DCCയിൽ പോയപ്പോൾ ഞാൻ DCC പ്രസിഡന്റിനെ ഈ പുതുയുഗ പദയാത്രയിൽ നടന്ന സംഭവങ്ങൾ കാട്ടി ഒരു പരാതി ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ ബഹുമാനീയനായ കൊടിക്കുന്നിൽ സുരേഷ് MPക്കും പരാതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനും പരാതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് പരാതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഒരു ഭയങ്കരമായ ഒരു എന്താണ് പറയുക, അത്രയ്ക്കും മൃഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിൽ ഇടപെടാൻ ആരും ഇതുവരെയും എനിക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം നടക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു പാർട്ടി ഓഫീസിൽ. കാര്യം എന്താണെന്ന് അദ്ദേഹം വിളിച്ച് ഓരോന്ന് ഇപ്പോൾ തന്നെ ഒരു നേതാവ് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇയാൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചത്, അതുകൊണ്ടല്ലേ ഇയാളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നൊരു ചോദ്യം. എനിക്കങ്ങനെ പുള്ളിയോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഇല്ല. പുള്ളി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതെ അവിടെ രാഷ്ട്രീയ തിരിവിൻ്റെ ഭാഗമായിട്ടുള്ള നടന്നതാണ്. ഇപ്പം ബഹുമാനീയ കൊടിക്കുന്നിൽ സുരേഷ് MPക്കും പരാതി ഞാനിന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതായിരുന്നു നേരത്തെ. സാറ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ വൈകി പോയത്. പുതിയ പരിപാടി നടന്നതില്ല.